ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കുറച്ച് വേളൂരി കിട്ടിയിട്ടുണ്ട്. അത് കറി വെക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് വേളൂരി. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിലേക്ക് വേണ്ടി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ച് തന്നെ എടുക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുത്താൽ ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ചതച്ചെടുക്കുക. പിന്നെ ഒരു മീൻചട്ടി ചൂടാക്കി എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഉള്ളിയും പച്ചമുളകും ധാരാളം വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളുത്തുള്ളി കുറച്ചൊരു 4 അല്ലി മതി. ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം മതി. നല്ലോണം വഴച്ചെടുക്കുക. ഇതിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലേ ഒരു മണവും അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അതൊന്ന് വഴച്ചെടുക്കുക. നല്ലോണം ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസ്റ്റായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുരുമുളക് പൊടിയും മുളകും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ എരിവുണ്ടാവും. നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വഴന്ന് വരുമ്പോഴേക്കും വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഒരു തക്കാളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തക്കാളി ഒരെണ്ണം, ഒരു വലിയ തക്കാളിയാണ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞത്. നല്ലോണം അത് അടച്ച് വെച്ച് വേവിക്കുക. അന്നേരം തക്കാളി നല്ലോണം വെന്ത് കുഴയുള്ളൂ. അതിനുശേഷം വെള്ളം ചേർക്കുക കേട്ടോ. വെള്ളം ചേർത്ത് തക്കാളി വേവിക്കരുത്, അപ്പോൾ തക്കാളി വേകില്ല. നമുക്ക് നമ്മുടെ വേളൂരി വൃത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.